കടൽത്തുരുത്ത് എന്ന പേര് ലോപിച്ചുണ്ടായ കടുത്തുരുത്തിക്ക് പുരാതന കേരള ചരിത്രത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. ഇവിടെ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന തളിയിൽ ശിവക്ഷേത്രവും വലിയ പള്ളിയും പഴമയുടെയും പാരമ്പര്യത്തിന്റെയും പ്രതീകങ്ങളാണ്. കടൽത്തുരുത്ത് എന്ന പേര് ലോപിച്ചുണ്ടായ കടുത്തുരുത്തിക്ക് മധ്യ കേരളത്തിലെ ഒരു പ്രമുഖ വ്യാപാര കേന്ദ്രമെന്ന നിലയിലും തുറമുഖ നഗരമെന്ന നിലയിലും പുരാതന കേരള ചരിത്രത്തിൽ ഒരു സമുന്നത സ്ഥാനം തന്നെയുണ്ട്. കൂടാതെ വടക്കൻകൂർ രാജ്യത്തിന്റെ തലസ്ഥാനം കൂടിയായിരുന്നു കടുത്തുരുത്തി. വടക്കൻകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു കടുത്തുരുത്തി. കടൽത്തുരുത്ത് എന്നത് ലോപിച്ച് ഉണ്ടായതാണ് കടുത്തുരുത്തി. ഏറ്റവും പ്രസിദ്ധമായ ഒരു സന്ദേശകാവ്യമുണ്ട്, ഉണ്ണുനീലി സന്ദേശം. ആ ഉണ്ണുനീലി സന്ദേശത്തിൽ കടന്തേരി എന്ന് പ്രതിപാദിക്കുന്ന ആ ഒരു സ്ഥലവും കൂടിയാണ് കടുത്തുരുത്തി. ഉണ്ണുനീലി സന്ദേശവാഹകൻ യാത്ര പുറപ്പെടുന്നത് ഈ കടുത്തുരുത്തി കോതപുരം അല്ലെങ്കിൽ ഗോവിന്ദപുരം എന്നറിയപ്പെടുന്ന കടുത്തുരുത്തി തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് കിഴക്ക് വശത്തായി കാണുന്ന ആ അമ്പലത്തിന്റെ മുൻപിൽ നിന്നായിരുന്നു. ഇവിടെ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന തളിയിൽ ശിവക്ഷേത്രവും വലിയ പള്ളിയും പഴമയുടെയും പാരമ്പര്യത്തിന്റെയും പ്രതീകങ്ങളാണ്. തളിയിൽ ക്ഷേത്രത്തിന്റെ പഴക്കം കൃത്യമായി പ്രവചിക്കാൻ സാധിക്കില്ല എങ്കിലും ക്ഷേത്ര മതിൽക്കെട്ടിനകം പൗരാണികത വിളിച്ചോതുന്ന ശില്പഭംഗിയാൽ ആകർഷകമാണ്. ചിദംബരത്തെ തപസ്സിന് ശേഷം കരമഹർഷി വൈക്കത്തെയും ഏറ്റുമാനൂരിലെയും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെയാണ് കടുത്തുരുത്തിയിലെ ക്ഷേത്രവും സ്ഥാപിച്ചത് എന്നാണ് ഐതിഹ്യം. ഇവിടെ സാമൂതിരി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അവരുടെ പിൻഗാമികൾക്ക് ഇവിടെ ഒന്ന് അവിടെ പോയി തൊഴാനുള്ള അസൗകര്യങ്ങളും ഒക്കെ കാരണങ്ങൾ കൊണ്ട് വൈക്കത്തപ്പനെയും ഏറ്റുമാനൂരപ്പനെയും ഒരേ ദിവസം കടുത്തുരുത്തിയപ്പനെയും തൊഴുവാൻ വേണ്ടി ഇവിടെ മൂന്ന് പ്രതിഷ്ഠയെ ഒരുപോലെ ശിവനും വൈക്കത്തപ്പനും ഏറ്റുമാനൂരപ്പനും ഒക്കെ ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. തുല്യ അകലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെയും മധ്യഭാഗം കടുത്തുരുത്തി ആയതിനാൽ വൈക്കത്തെയും ഏറ്റുമാനൂരിലെയും ഓരോ പ്രതിഷ്ഠയും ഈ മതിൽക്കെട്ടിനുള്ളിലുണ്ട്. ഇതിനു പുറമെ ഉണ്ണുനീല സന്ദേശം എന്ന പ്രാചീന മണിപ്രവാള സന്ദേശ കാവ്യം കടുത്തുരുത്തിയുടെ യശസ് മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം നിലനിർത്തും. സെന്റ് തോമസിന്റെ ആഗമനാനന്തരം കേരളത്തിൽ നിലവിലിരുന്ന ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് കടുത്തുരുത്തിക്കുണ്ടായിരുന്നത്. AD 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിനും ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഈ പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് ഇവിടെ നിന്നും 2 കിലോമീറ്റർ അപ്പുറം വരെയും വലിയ പത്തേമാരികളും വള്ളങ്ങളും ഒക്കെ വന്നിരുന്നു. മലഞ്ചരക്കെടുക്കാനും ഒക്കെ ആയിട്ട് വരികയും ഇത് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. വടക്കൻകൂർ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഇത് വളരെയധികം വ്യാപാരങ്ങൾ നടന്നിരുന്ന ഒരു പ്രദേശവും ഇവിടെ റെയിൽവേക്ക് വേണ്ടിയിട്ട് പാലം പണിയാനായിട്ട് ആഴത്തിൽ കുഴിച്ചപ്പോഴത്തേക്കും കപ്പലിന്റെ ഈ വടത്തിന്റെയും കപ്പലിന്റെ അവശിഷ്ടങ്ങളൊക്കെ വലിയ വടവും പത്തേമാരിയിലൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന കയറിന്റെ ഒക്കെ അംശം, കപ്പലിന്റെ അംശം ഇതൊക്കെ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. ദേവാലയ മതിൽക്കെട്ടിനുള്ളിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശ് പൗരാണിക പാരമ്പര്യം വിളിച്ചോതുന്നു. സാമൂതിരിയുമായുള്ള അടുപ്പം വടക്കൻകൂർ രാജാവിന് വർദ്ധിച്ചതുമൂലം മാർത്താണ്ഡവർമ്മ വടക്കൻകൂറിനെ ആക്രമിച്ചു കീഴടക്കുകയായിരുന്നു. ഇന്നും ഈ രാജ്യത്തിന്റെ അതിർത്തി കാത്തുസൂക്ഷിച്ച മൺകോട്ടയടക്കം പല അവശിഷ്ടങ്ങളും പല സ്ഥലത്തും നിലനിൽക്കുന്നതായി പറയപ്പെടുന്നു. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമി മാങ്കൂട്ടം.